Hi students, welcome back to Social Science Classroom. Today, let us take the last chapter, 13th chapter, A Glimpse of India. A Glimpse of India. ഇന്ത്യയിലേക്ക് ഒരെത്തിനോട്ടം. നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ലെറ്റ് us read it. Rugged mountain ranges clad with snow during the most part of the year. ഒരു വർഷത്തിലെ മിക്കവാറും മാസങ്ങളിലൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതനിരകൾ. മൈറ്റി റിവേഴ്സ്, വലിയ നദികൾ. സ്ക്രോച്ചിങ് ഡെസേർട്ട്, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ. where the day temperature rises as high as 50 degrees Celsius. ആ മരുഭൂമിയിലെ പകൽ സമയത്തെ താപനില എത്രയാവാറുണ്ട്? 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാവാറുണ്ട്. റീജിയൻ ദാറ്റ് റെക്കോർഡ്സ് വിത്ത് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ദ ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ബട്ട് ആൾസോ ഇൻ അഗ്രികൾച്ചർ. ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഭൂപ്രകൃതിയിലോ കാലാവസ്ഥയിലോ മാത്രമല്ല, കാർഷിക കൃഷിയിലും ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാസ്റ്റ് പ്ലെയിൻസ് വേർ വിറ്റ്, മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ആർ കൾട്ടിവേറ്റഡ്. വിശാലമായ സമതല പ്രദേശങ്ങളിൽ ഗോതമ്പും ചോളവും അതുപോലെ തന്നെ കരിമ്പുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. മൗണ്ടൻ സ്ലോപ്സ് വേർ കാർഡമൻ ആൻഡ് പെപ്പർ. പർവ്വത ചെരുവുകളിൽ ഏലവും കുരുമുളകുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ലെങ്തി കോസ്റ്റൽ സ്ട്രെച്ചസ് വേർ കൊക്കനട്ട് ആൻഡ് പാഡി ആർ ഗ്രൗൺ. വിശാലമായ കടൽ തീരങ്ങളിൽ എന്തുണ്ട്? തെങ്ങും അതുപോലെ തന്നെ നെല്ലും കൃഷി ചെയ്യുന്നുണ്ട്. The different groups of people who have turned their lives to this diversities. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരുടെ ജീവിത രീതിയെ ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. Amidst them are diverse religious beliefs. അതോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ട്? വ്യത്യസ്തമായ മതവിശ്വാസങ്ങളുണ്ട്. കസ്റ്റംസ്, ആചാരങ്ങളുണ്ട്. ഫെസ്റ്റിവൽസ്, വ്യത്യസ്തമായ ആഘോഷങ്ങളുണ്ട്. ലാംഗ്വേജസ്, അവർ സംസാരിക്കുന്നത് വ്യത്യസ്ത ഭാഷകളിലാണ്. ഫുഡ്, വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത്. ക്ലോത്തിങ് ആൻഡ് ഹൗസിങ്, വസ്ത്രധാരണത്തിലും പാർപ്പിട രീതിയിലുമൊക്കെ ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് ദ ടോട്ടലി ഓൾ ഓഫ് ദിസ്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളുടെ എല്ലാം ഒരു ഒത്തുചേരലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കിയാൽ വിശാലമായ പർവ്വതനിരകളുണ്ട്, ചുട്ടുപൊള്ളുന്ന മരുഭൂമികളുണ്ട്, വലിയ നദികളുണ്ട്, വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. 50 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തുന്ന മരുഭൂമിയും ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്ന പ്രദേശവും ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ വ്യത്യസ്തമായ മതാചാരങ്ങളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെയുള്ള ആളുകളാണ്. ആളുകളുടെ വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയും അവർ സംസാരിക്കുന്ന ഭാഷയും ഒക്കെ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു ആശയമാണെന്ത്? ഇന്ത്യ എന്ന് പറയുന്ന ആശയം. ഓക്കെ, ദിസ് യൂണിറ്റ് ഡിസ്കസ് the diversities in India: physiography, rivers, climate, soil type, natural vegetation and animal life. ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും നദികളിലും കാലാവസ്ഥയിലും മണ്ണിലും അതുപോലെ തന്നെ സസ്യങ്ങളിലും ജീവികളിലും ഒക്കെയുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത് ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ്ലി, ഇന്ത്യയുടെ ഒരു ബേസിക് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ലൊക്കേഷൻ. ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാറ്റിറ്റ്യൂഡ്സ് 8 degree 4 minute നോർത്ത് ആൻഡ് 37 degree 6 minute നോർത്ത്. നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ അക്ഷാംശം വടക്ക് 8 ഡിഗ്രി
4 മുതൽ 37°6' വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം. ഭൂമിയിൽ ഏതൊരു രാജ്യത്തിൻ്റെയും സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുക അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് അല്ലേ. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കിയിട്ടാണ് ഭൂമിയിൽ ഏതൊരു രാജ്യത്തിൻ്റെയും സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുക. അപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം അതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ എത്രയാണ്? 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെയാണ്. The longitudinal position 68°7' east to 97°25' east. എത്രയാണ് രേഖാംശീയ സ്ഥാനം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻ? 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യ പൂർണ്ണമായും നോർത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ ഈസ്റ്റിലും സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ പൂർണ്ണമായും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തരാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പൂർണ്ണമായും എന്താണ്? ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. Then it is the 7th largest country in the world and has an area of 3.28 million square kilometer. ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ വിസ്തൃതി എത്രയുണ്ട്? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ഓക്കെ, the next subheading in the lap of Himalayas. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് ഇനി നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഫിസിയോഗ്രഫി. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയിൽ ഫസ്റ്റത്തെ കാറ്റഗറിയാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗം നോക്കിയാൽ മൗണ്ടൻ റേഞ്ചസ് ആണ്. ആ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ ദ ലാപ്പ് ഓഫ് ദ ഹിമാലയാസ്, ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചർ അബവ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഇറ്റ് ഷോസ് എ ഹൗസ് ഇൻ എ ഇൻറ്റീരിയർ വില്ലേജ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ വീടിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ ദ വാലി ഓഫ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ക്ലാഡ് വിത്ത് സ്നോ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഹൗസ് ബിൽറ്റ് വിത്ത് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ. അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീടിൻ്റെ പശ്ചാത്തലം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ നിരകൾ നമുക്ക് കാണാൻ സാധിക്കും. റെഡിയല്ലേ? ഈ വീടിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ നിരകൾ നമുക്ക് കാണാൻ സാധിക്കും. The part of Himalayas in India stretches over a distance of 2,400 km between Jammu and Kashmir in northwest and Arunachal Pradesh in the northeast. ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണെന്ത്? ഹിമാലയം. ഹിമാലയത്തിൻ്റെ ലെങ്ത് എത്രയുണ്ട്? 2400 കിലോമീറ്റർ നീളത്തിലാണ് ഹിമാലയം കിടക്കുന്നത്. അതിൻ്റെ നോർത്ത് വെസ്റ്റിൽ ജമ്മു കാശ്മീർ മുതൽ നോർത്ത് ഈസ്റ്റിൽ ഹിമാചൽ പ്രദേശ് വരെ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഹിമാലയം. നോർത്ത് വെസ്റ്റിൽ ജമ്മു കാശ്മീർ മുതൽ നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ച് കിടക്കുന്ന 2400 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ഹിമാലയം. A majority of region in Jammu and Kashmir, Himachal Pradesh, Uttarakhand, Sikkim, Arunachal Pradesh, Nagaland, Manipur, Meghalaya, Mizoram and Tripura are the part of this mountain ranges. എന്താണ്? മെജോറിറ്റി ഓഫ് റീജിയൻ ഇൻ ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ ഭാഗം ഹിമാലയത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. പിന്നെ അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പിന്നെ ഹിമാചൽ പ്രദേശിലുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, സിക്കിമുണ്ട്, അരുണാചൽ പ്രദേശുണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂറുണ്ട്, മേഘാലയ, മിസോറം ആൻഡ് ത്രിപുര. ഓക്കെ, ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ ഉള്ളത്. ജനറലി ദിസ് ഫിസിയോഗ്രഫിക് യൂണിറ്റ് ഈസ് നോൺ ആസ് ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഈ ഘടകത്തെ, ഭൂമിശാസ്ത്രപരമായ ഈ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തെയാണ് നമ്മൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് ഹിമാലയ നിരകൾ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ the lofty
loftiest part of Himalayas remain covered in snow throughout the year. ഹിമാലയത്തിൻ്റെ ഉത്തരഭാഗങ്ങൾ, അതിൻ്റെ ഏറ്റവും വടക്കു ഭാഗങ്ങൾ, ഉത്തരഭാഗങ്ങൾ, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ എന്താണ്? കവേർഡ് ഇൻ സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ അത് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ദർ ഈസ് നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. അവിടെ വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കായതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായി ജനവാസമില്ല. ലോഫ്റ്റി പീക്ക് ലൈക്ക് കാഞ്ചൻജംഗ ആൻഡ് നന്ദാദേവി ആ പാർട്ട് ഓഫ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഉയരം കൂടിയ കൊടുമുടികളായിട്ടുള്ള ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, അതേപോലെ തന്നെ നന്ദാദേവി, അതൊക്കെ കൊടുമുടികളുടെ പേരാണ്. ആ കൊടുമുടികൾ പീക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയൻ റേഞ്ചസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റേഞ്ചസ്. ഈ മേഖലയിൽ, ഈ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, ഹയസ്റ്റ് പീക്കാണ് ഇത്. പിന്നെ എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലല്ല, അത് എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിവേഴ്സ് സച്ച് ആസ് ദ ഇൻഡസ്, ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള ദ ഇൻഡസ്, സിന്ധു നദി, അതുപോലെ തന്നെ ദ ഗംഗ നദി, ദ ബ്രഹ്മപുത്ര നദി ഒറിജിനേറ്റ് ഫ്രം ദിസ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹിമാലയ നിരകളിൽ നിന്നാണ്. കോൾഡ് ഈസ് ലെസ് സിവിയർ ഇൻ സദേൺ പാർട്ട് ഓഫ് ദ സ്നോ ക്ലാഡ് മൗണ്ടൻ റേഞ്ചസ്. തണുപ്പ് കാലം ലെസ് സിവിയർ, കുറച്ച് കാഠിന്യം കുറവാണ്. എവിടെ? ദ സദേൺ പാർട്ട്, അതിൻ്റെ തെക്കു ഭാഗത്ത് ഓഫ് സ്നോ ക്ലാഡ് മൗണ്ടൻ റേഞ്ചസ്. മഞ്ഞ് മൂടി കിടക്കുന്ന പർവ്വതത്തിൻ്റെ തെക്കു ഭാഗങ്ങളിലേക്ക് തെക്കോട്ട് വരുന്തോറും എന്താണ്? അവിടെ തണുപ്പിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. സെവറൽ ഹിൽ സ്റ്റേഷൻസ് സച്ച് ആസ് ഷിംല, ഡാർജിലിംഗ്, കുലു, മണാലി ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് പിക്ചർസ്ക്യൂ റീജിയൻസ്. ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടില്ലേ? ഷിംല, ഡാർജിലിംഗ്, കുലു, മണാലി അല്ലെ? ആളുകളൊക്കെ ടൂർ പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ സ്ഥലങ്ങളൊക്കെ എവിടെയുള്ളത്? സദേൺ പാർട്ട് ഓഫ് ഹിമാലയൻ റേഞ്ചസ് ആണ്. ഹിമാലയത്തിൻ്റെ സദേൺ ഭാഗത്താണ് ഈ പറയുന്ന കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. The important crops here are potato, barley and several varieties of flowers including saffron. ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയാണ്? ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയാണ്? പൊട്ടാറ്റോ ഉണ്ട്, ബാർലി ഉണ്ട്, അതുപോലെ തന്നെ സെവറൽ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഇൻക്ലൂഡിങ് സെഫ്രോൺ, കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള ധാരാളം പൂക്കളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ടീ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആൾസോ ഗ്രോൺ ഇൻ ദിസ് റീജിയൻ. അവിടെ തേയില വളരുന്നുണ്ട്, ആപ്പിൾ വളരുന്നുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ ഹിമാലയ താഴ്വരകളിൽ വളരുന്നുണ്ട്. ടു ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ഹിമാലയ ദ ഹിൽ ആർ ലോ എലിവേഷൻ. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്ത് എന്താണ്? പർവ്വതനിരകൾക്കൊക്കെ താരതമ്യേന ഉയരം കുറവാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് റീജിയൻ. ആ മേഖലയിലെ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്ത് ഉയരം കുറഞ്ഞ പർവ്വതനിരകളുള്ള ഭാഗത്ത് വേറെയും ചില വിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സോൺ ഇൻ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിലെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖലയാണ് ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള പ്രദേശങ്ങൾ, ഉയരം കുറഞ്ഞ പ്രദേശങ്ങൾ. ദിസ് വാലി സോൺ ഈസ് കമ്പോസ്ഡ് ഓഫ് തിക്ക് ഡെപ്പോസിറ്റ് ഓഫ് സാൻഡ്. ഈ താഴ്വരയുടെ പ്രദേശങ്ങൾ എന്താണ്? തിക്ക് ഡെപ്പോസിറ്റ് ഓഫ് സാൻഡ്, മണൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചളി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രബിൾസ്, ചരൽക്കല്ലുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സ്ഥലമാണ് ഇതിൻ്റെ താഴ്വര പ്രദേശം. എങ്ങനെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത്? ബ്രോട്ട് ഡൗൺ ബൈ ദ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സ്നോ കവേർഡ് ഹിമാലയാസ്. ഹിമാലയ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകി വരുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന പദാർത്ഥങ്ങളാണ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? എന്താണ്? ഒന്ന് ആപ്പിൾ തോട്ടമാണ്, ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ തോട്ടം. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? കശ്മീരിലെ സഫ്രോൺ കൾട്ടിവേഷൻ, കുങ്കുമപ്പൂവിൻ്റെ കൃഷിയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ.
നോർത്തേൺ മൗണ്ടൻ റീജിയൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഷാൽ വി സീ ഹൗ ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഈസ് ബെനിഫിഷ്യൽ ടു അസ്. നമുക്ക് ഏതെല്ലാം രീതിയിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തരപർവ്വത മേഖല നമുക്ക് ഉപകാരപ്പെടുന്നു എന്ന് നോക്കാം. ഒന്ന്, ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. അത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം ദ കോൾഡ് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സെൻട്രൽ ഏഷ്യ ഡ്യൂറിങ് ദ വിൻ്റർ. തണുപ്പ് കാലത്ത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീശുന്ന തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഹിമാലയമാണ്. ദ നോർത്തേൺ മൗണ്ടൻ ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ് ആൻഡ് കോസ് റെയിൻഫാൾ ഓൾ ഓവർ ദ ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വടക്കോട്ട് വീശുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ ലഭിക്കാൻ കാരണമാകുന്നതും എന്താണ്? ഹിമാലയ നിരകളാണ്. അപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യ അതിശൈത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സൗത്തിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലെ ഇന്ത്യയിൽ എല്ലായിടത്തും മഴ ലഭിക്കുന്നതിനും കാരണമാകുന്നത് എന്താണ്? ഹിമാലയമാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദിസ് മൗണ്ടൻസ് ആർ നോട്ട് ദർ? ഈ പർവ്വതങ്ങൾ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്നാലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ഹിമാലയ നിരകൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ത്യയിൽ തണുപ്പ് കാലത്ത് അതിശൈത്യം അനുഭവപ്പെടും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഇന്ത്യയിൽ മഴ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരും. കാരണം ഇന്ത്യയിൽ മഴ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റിൽ നിന്നാണ് മഴ കിട്ടുന്നത്. ആ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ തടഞ്ഞു നിർത്തുന്നത് ഹിമാലയമാണ്. അത് തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ മഴ കിട്ടില്ല. അപ്പോൾ തണുപ്പ് വളരെ കൂടുതലായിരിക്കും, മഴ തീരെ കിട്ടില്ല. അങ്ങനെ ഒരു വരണ്ട ഭൂമിയായിട്ട് ഇന്ത്യ മാറുമായിരുന്നു. ദെൻ നാച്ചുറൽ ബാരിയർ. അതൊരു പ്രകൃതിദത്തമായ ഒരു തടസ്സമാണ്, ബാരിയറാണ്. അതുകൊണ്ട് എന്താണ്? ഒരു പർവ്വത നിരയാണ് അല്ലേ, ഒരു മതിൽക്കെട്ടാണ് അത്, ബാരിയർ. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ദിസ് മൗണ്ടൻ റേഞ്ചസ് ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ് അസ് ഫ്രം ദ ഇൻവേഷൻസ് ഓഫ് നോർത്ത് വെസ്റ്റ് ഇൻവേർഡ് സിൻസ് ആൻഷ്യൻ ടൈം. പുരാതന കാലം തൊട്ട് തന്നെ വടക്കു ഭാഗത്ത് നിന്ന് വരുന്ന അക്രമികൾക്ക് ഇന്ത്യയിൽ കടക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഹിമാലയം അവിടെ ഉള്ളത് കൊണ്ടാണ്. ഹിമാലയം കടന്നുകൊണ്ട് വേണം അവർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ വടക്കു ഭാഗത്ത് നിന്ന് വരുന്ന അക്രമികൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയാത്തത് ഈ പർവ്വതനിര അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊരു നാച്ചുറൽ ബാരിയറാണ്. ദെൻ സോഴ്സ് ഓഫ് റിവേഴ്സ്. നദികളുടെ ഉത്ഭവമാണ്. The Indus, the Ganga, then Brahmaputra and the several tributaries originate from this mountain ranges. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായ ദ ഇൻഡസ്, സിന്ധു നദി, ഗംഗ നദി, ബ്രഹ്മപുത്ര നദി, അതുപോലെ തന്നെ ഈ നദികളുടെ നിരവധിയായിട്ടുള്ള പോഷക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ്. ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ഫ്യൂ അതർ വേഴ്സ് ഇൻ വിച്ച് ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഈസ് ഹെൽപ്ഫുൾ. വേറെ എന്തെല്ലാം കൊണ്ട് ഉത്തരപർവ്വത മേഖല നമുക്ക് ഹെൽപ്ഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ധാരാളം ഔഷധങ്ങളുള്ള അഥവാ മെഡിസിനൽ പ്ലാന്റ്സ് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ മെഡിക്കൽ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ വീണ്ടും വേറെ കുറേ നമുക്കതിൽ നിന്ന് കിട്ടും. ദെൻ ദ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ. ഉത്തര സമതലം. നോർത്ത് ഇന്ത്യയിലെ സമതലം, പ്ലെയിൻസ്, സമതലം, നിരപ്പായ പ്രദേശം, അതാണ് സമതലം. ഓക്കെ. ദ പിക്ചർ ഗിവൺ ബിലോ ഷോസ് ദ വാസ്റ്റ് പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ വിശാലമായ സമതലത്തിൻ്റെ ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ? കാണുന്നില്ലേ? ഇനി വായിച്ച് നോക്കാം. ദ റീജിയൻ encompassing the state of Rajasthan, Punjab, Haryana, Uttar Pradesh, Bihar and part of West Bengal is the plain. എന്താണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണ് ഈ സമതലത്തിൻ്റെ ഭാഗമായുള്ളത്? രാജസ്ഥാൻ്റെ ഭാഗം, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം ഒക്കെ ഉൾപ്പെടുന്ന വിശാലമായ സമതല പ്രദേശമാണ് നോർത്ത് പ്ലെയിൻ എന്ന് പറയുന്നത്. This plain is formed by the deposition of alluvium brought by Indus, Ganga, Brahmaputra. ഹിമാലയ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികൾ വഹിച്ചു കൊണ്ടുവന്ന
അലൂവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാദങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള സമതല പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടമായ പ്രദേശമാണ് നോർത്ത് പ്ലെയിൻ. ദിസ് പ്ലെയിൻ ഇസ് നോൺ ബൈ ദ നെയിം ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഈ സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആൻഡ് ദ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഈ നോർത്ത് പ്ലെയിൻ എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യ പ്ലെയിൻ, ഇന്ത്യയുടെ ഉത്തര സമതലം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. Diverse crops like wheat, maize, paddy, sugarcane, cotton and pulses are cultivated in the North Indian plain. ഏതൊക്കെ വിളകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്? വീറ്റ് അല്ലെ, ഗോതമ്പ്, ചോളം, നെല്ല്, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, കരിമ്പ്, കോട്ടൺ, പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉത്തര മഹാസമുദ്രത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ധാരാളം വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവന്ന അലൂവിയൽ ഡെപ്പോസിറ്റിലൂടെയാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടമായ ഫെർട്ടൈൽ റീജിയനാണിത്. ദിസ് പ്ലെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. വൈ? ഈ ഉത്തരമഹാസമതലം ഇന്ത്യയുടെ നട്ടലായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മേഖലയാണിത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മേഖലയാണിത്. ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായ മണ്ണുള്ള വെള്ളം ലഭ്യമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രദേശമാണ്. കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ബാക്ക് ബോണായിട്ട് അതിനെ പറയുന്നത്. റെയിൽ റോഡ് ആൻഡ് കനാൽ നെറ്റ്വർക്ക്സ് ആർ കമ്പാരിറ്റീവ്ലി മോർ ഇൻ ദിസ് ഫിസിയോഗ്രഫിക് യൂണിറ്റ്. വൈ? ഇന്ത്യയുടെ ഈ ഫിസിയോഗ്രഫിക് യൂണിറ്റിൽ, ഈ ഭൂമിശാസ്ത്രപരമായ ഡിവിഷനിൽ അഥവാ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്തെല്ലാം കൂടുതലാണ്? റെയില്, റോഡ്, കനാൽ നെറ്റ്വർക്കൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റോഡും റെയിൽവേ ഒക്കെ ഉണ്ടാക്കാൻ എന്താണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ്, റെയിൽവേ, കനാൽ നെറ്റ്വർക്കൊക്കെ ഉള്ള സ്ഥലമാണിത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ദെൻ the western part of this plain receives only scanty rainfall. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വളരെ കുറച്ച് മാത്രമാണ് മഴ ലഭിക്കുന്നത്. ഹെൻസ് ദ മോസ്റ്റ് റീജിയൻ ഓഫ് ദ സ്റ്റേറ്റ് രാജസ്ഥാൻ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇസ് ഡെസേർട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രേറ്റ് പ്ലെയിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ രാജസ്ഥാനിലാണ്. അതെന്താണ്? ഡെസേർട്ടായിട്ട് കിടക്കുകയാണ്, മരുഭൂമിയായിട്ട് കിടക്കുകയാണ്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് മരുസ്ഥലി. നോർത്ത് പ്ലെയിൻ്റെ ഈ മരുഭൂമിയായിട്ട് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? മരുസ്ഥലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ്റെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളുടെ അവിടെ വളരെ കുറച്ച് മാത്രം മഴ കിട്ടുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശം അറിയപ്പെടുന്നത് മരുസ്ഥലി, ഡെസേർട്ടായിട്ട് കിടക്കുകയാണ്. രാജസ്ഥാൻ്റെ ഭാഗങ്ങളാണത്. അതറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മരുസ്ഥലി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എസ്പെഷ്യലി പോപ്പുലേറ്റഡ്, അവിടെ കുറച്ച് മാത്രമാണ് ജനസംഖ്യ ഉള്ളത്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? മരുസ്ഥലിയാണ്, വെള്ളം കിട്ടാത്ത പ്രദേശമാണ്, ജനവാസയോഗ്യമല്ലാത്ത പ്രദേശമായതുകൊണ്ടാണ് അവിടെ ജനവാസം കുറഞ്ഞു പോയിട്ടുള്ളത്. While the neighboring state widely cultivate wheat, maize and like the chief crops of Rajasthan were jowar and bajra. എന്താണ് അതിൻ്റെ സമീപ സംസ്ഥാനങ്ങളൊക്കെ ഗോതമ്പും ചോളവും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്നത് എന്താണ്? ജോവറും ബജ്രയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ കാരണം ദസ് ക്രോപ്സ് വിത്ത് ലോ വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ ദെയർ ഗ്രോത്ത്. ഈ വിളകൾക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം മതി അത് വളരുന്നതിന്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള ബജ്ര ഒക്കെയാണ് എവിടെ കൃഷി ചെയ്യുന്നത്? രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്നത്. രാജസ്ഥാൻ്റെ ഈ ഡെസേർട്ട് ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മരുസ്ഥലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ
എ ഗ്ലിംസ് ഓഫ് രാജസ്ഥാൻ. നമുക്ക് രാജസ്ഥാനെ കുറിച്ചും കുറച്ചൊന്ന് നോക്കാം. താർ ഇസ് എ ഹോട്ട് ഡെസേർട്ട്. ഉഷ്ണമരുഭൂമിയാണ് താർ. താർ മരുഭൂമി കേട്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ഇസ് എ ഹോട്ട് ഡെസേർട്ട്. അതൊരു ഉഷ്ണമരുഭൂമിയാണ്. എൻകംപാസിങ് എ മേജർ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഈ താർ ഡെസേർട്ട്. തോൺ ആൻഡ് shrub ഫോം ദ നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് ദിസ് സ്കാൻഡി റെയിൻഫോൾ റീജിയൻ. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കാണപ്പെടുന്ന വെജിറ്റേഷനാണ് ഏതൊക്കെ? ഷ്രബും അതേപോലെ തന്നെ തോൺ. അതുപോലെ അതായത് കള്ളിമുൾ ചെടികളൊക്കെ ഇല്ലേ? കള്ളിമുൾ ചെടികൾ, അതുപോലെ തന്നെ പിന്നെന്താണ്, കുറ്റിച്ചെടികൾ, കള്ളിമുൾ ചെടികൾ, അതുപോലെ തന്നെ കുറ്റിച്ചെടികളൊക്കെയാണ് അവിടെ വളരുന്ന പ്രധാനപ്പെട്ട വെജിറ്റേഷൻ. വാസ്റ്റ് സാൻഡി എക്സ്പാൻസസ് ആൻഡ് ഡ്യൂൺസ് ആർ ദ റീജിയൻസ് യുണീക്ക് ഫീച്ചേഴ്സ്. വിശാലമായി കിടക്കുന്ന മണൽപ്പരപ്പുകളും അതുപോലെ തന്നെ മണൽക്കൂനകളുമാണ് ആ പ്രദേശത്തിൻ്റെ അതുല്യമായ പ്രത്യേകതകൾ. ദ പീപ്പിൾ ഓഫ് രാജസ്ഥാൻ നോ ദ വാല്യൂ ഓഫ് ഫ്രഷ് വാട്ടർ. രാജസ്ഥാനിലെ ആളുകൾക്ക് ശുദ്ധജലത്തിൻ്റെ വില ശരിക്കും അറിയും. ദ റെയിൻഫാൾ ഓഫ് എ ഡേ ഓർ ടു ഇൻ കേരള ഓൾമോസ്റ്റ് ദ ടോട്ടൽ ആനുവൽ റെയിൻഫാൾ ഇൻ രാജസ്ഥാൻ. കേരളത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കിട്ടുന്ന മഴയുടെ അത്രയാണ് രാജസ്ഥാനിൽ ഒരു വർഷം കിട്ടുന്ന മഴയുടെ അളവ്. കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ 1 അല്ലെങ്കിൽ 2 ദിവസം കിട്ടുന്ന മഴയുടെ അത്രയും അളവാണ് ഒരു വർഷത്തിൽ രാജസ്ഥാനിൽ കിട്ടുന്ന മഴയുടെ അളവ്. ദസ് വില്ലേജ് ഫോക്ക് ട്രാവൽ മെനി കിലോമീറ്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് വാട്ടർ. സാധാരണ അവിടെ ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്ക് വെള്ളം കിട്ടുന്നതിന് കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു കലത്തിൽ വെള്ളം കൊണ്ടുവരുന്ന ചിത്രം. റെഡി? അപ്പോൾ അതാണ് രണ്ടാമത്തത്, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ. ഇന്ത്യയുടെ ഉത്തരമഹാസമതലം, ഇന്ത്യൻ മഹാസമതലം. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ, ഇന്ത്യൻ മഹാസമതലം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യൻ മഹാസമതലം ഉള്ളത്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഉത്തര മഹാസമതലം ഉള്ളത്. എങ്ങനെയാണ് ഉണ്ടായത്? ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവന്ന അലൂവിയൽ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഉത്തര മഹാസമുദ്രം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ ഫെർട്ടൈലാണ്. ഫെർട്ടൈൽ അതുകൊണ്ട് തന്നെ ധാരാളം കൃഷി ചെയ്യുന്ന മേഖലയാണ്. കൃഷി ചെയ്യുന്ന മേഖല ആയതുകൊണ്ട് തന്നെ അത് എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബാക്ക് ബോൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ധാരാളം റോഡുകളും റെയിൽവേകളും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഒരു പ്രത്യേകത എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിനിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം എന്താണ്? ഡെസേർട്ടായിട്ട് കിടക്കുകയാണ്. അഥവാ രാജസ്ഥാൻ്റെ ഭാഗം ഡെസേർട്ടായിട്ട് കിടക്കുകയാണ്. ആ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മരുസ്ഥലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ത്രൂ ദ പ്ലാറ്റ്യൂ, പീഠഭൂമിയിലൂടെ. The journey from the northern mountain regions to South India reveals a vast plateau region immediately after the North Indian Plain. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കഴിഞ്ഞാൽ പിന്നീട് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഭൂപ്രകൃതി എന്താണ്? ഫിസിയോഗ്രഫി എന്താണ്? പ്ലാറ്റ്യൂ ആണ്, പീഠഭൂമിയാണ് ഇവിടെ കാണപ്പെടുന്നത്. കവറിംഗ് ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ഏതൊക്കെ സ്റ്റേറ്റിലുണ്ടത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പാർട്ട് ഓഫ് കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഈസ് നോൺ ആസ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിലാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഏതൊക്കെ സ്റ്റേറ്റിൽ വരുന്നുണ്ട്? മധ്യപ്രദേശ് ഉണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് എ പാർട്ട് ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്, ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. Many parts of this plateau are composed of rock formed by the solidification of lava in ancient times. മുമ്പ് കാലത്ത്
അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായിട്ടുള്ള പാറകളാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. The black soil formed by the weathering of the rocks is ideal for the cultivation of cotton. ഈ പാറ പൊടിഞ്ഞുണ്ടായിട്ടുള്ള കറുത്ത മണ്ണ് കോട്ടൺ കൃഷിക്ക് അഥവാ പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ്. The mountain ranges such as Vindhya, Satpura, the Aravalli, the Western Ghat, Eastern Ghat are all the part of Peninsular Plateau. പർവ്വതനിരകളായിട്ടുള്ള വിന്ധ്യ പർവ്വതം, സത്പുര പർവ്വതം, ആരവല്ലി, അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം, ഈസ്റ്റേൺ ഘാട്ട് എന്ന് പറഞ്ഞാൽ പൂർവ്വഘട്ടം അല്ലേ, ഇതെല്ലാം തന്നെ ഏതിൻ്റെ ഭാഗമാണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ആനമുടി ഇൻ കേരള ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദിസ് റീജിയൻ. ഈ മേഖലയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് കേരളത്തിലെ ആനമുടി. ഓക്കെ. The major crops in the plateau region are cotton. പ്ലാറ്റ്യൂ റീജിയനിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിളയാണ് കോട്ടൺ, പരുത്തി. പൾസസ്, പയർവർഗ്ഗങ്ങൾ, ഗ്രൗണ്ട്നട്ട്, അതുപോലെ തന്നെ കടലവർഗ്ഗങ്ങൾ, ഷുഗർ കെയിൻ, കരിമ്പ്, മെയ്സ്, ചോളം, റാഗി ആൻഡ് ചില്ലി, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ. മൈനിങ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ചീഫ് സെക്ടേഴ്സ് ഓഫ് ഓക്യുപ്പേഷൻ ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ. ഖനനവും അതുപോലെ തന്നെ മിനറൽ ബേസ്ഡ് വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖലകൾ. ദാറ്റ് ഈസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ് ലൈക്ക് അയൺ ഓർ, മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ. ഇവിടെ ഏതെല്ലാം മിനറൽസ് ഡെപ്പോസിറ്റ് ഉണ്ട്? അയൺ ഓർ, ഇരുമ്പയിര് ധാരാളം കാണപ്പെടുന്ന പ്രദേശമാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. അതുപോലെ തന്നെ മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ, ഇതെല്ലാം തന്നെ ധാരാളമായി ലഭ്യമാകുന്ന സ്ഥലമാണ് Peninsular Plateau. The Godavari, the Mahanadi, the Krishna, the Kaveri, the Narmada and the Tapti rivers originate from the Peninsular Plateau. എന്തൊക്കെയാണ്? ഗോദാവരി നദിയുണ്ട്, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പെനിൻസുലർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്നാണ് ഈ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത്. ദെൻ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഫിസിയോഗ്രഫിയാണ് നമ്മൾ പറയുന്നത്. ഫിസിയോഗ്രഫിയിൽ ഫസ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ഭാഗത്ത് എന്താണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. അത് കഴിഞ്ഞാൽ എന്താണ്? നോർത്ത് ഇന്ത്യൻ, ഇത് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ ആണ്. ആ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ കഴിഞ്ഞാൽ പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂ ഏകദേശം മധ്യപ്രദേശ് മുതൽ കേരളത്തിൻ്റെ ഭാഗം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അല്ലേ. ഇത് നെക്സ്റ്റ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത് ദ കോസ്റ്റൽ പ്ലെയിൻസ്, തീരപ്രദേശങ്ങൾ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കോസ്റ്റൽ പ്ലെയിൻസ്, തീരപ്രദേശങ്ങൾ. വായിച്ചു നോക്കാം. If we follow the course of the rivers that originate from the plateau, we will reach the coastal plains. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ആ നദികൾ നമ്മൾ ഫോളോ ചെയ്താൽ ആ നദികളൊക്കെ എത്തിച്ചേരുന്നത് എവിടെയാണ്? കോസ്റ്റൽ പ്ലെയിൻസിലാണ്, അഥവാ തീര സമതല പ്രദേശങ്ങളിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. ഇന്ത്യ ഹാസ് എ കോസ്റ്റ് ലൈൻ ഓഫ് നിയർ ബൈ 6100 കിലോമീറ്റർ. ഇന്ത്യക്ക് ഏകദേശം 6100 കിലോമീറ്റർ നീളത്തിലുള്ള തീരപ്രദേശങ്ങൾ ഉണ്ട്. ഒബ്സർവ് ദ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബിലെ മാപ്പ് നിങ്ങൾ നിരീക്ഷിക്കുക. Haven't you noticed the eastern coast adjacent to the Bay of Bengal and western coast adjacent to the Arabian Sea? അത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? പടിഞ്ഞാറൻ തീരസമതലം ഏതിനോട് ചേർന്നാണ്? അറബിക്കടലിനോട് ചേർന്നാണുള്ളത്. കിഴക്കൻ തീരസമതലം ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നാണുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉറപ്പല്ലേ? ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനോട് ചേർന്നും കിഴക്കൻ തീരസമുദ്രം ഏതാണ്? ബേ ഓഫ് ബംഗാളിനോട് ചേർന്നുമാണ് ഉള്ളത്. കമ്പയർഡ് ടു ദ ഈസ്റ്റേൺ കോസ്റ്റ്, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഇസ് നാരോ. കിഴക്കൻ സമതലവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ വെസ്റ്റേൺ കോസ്റ്റ് എന്താണ്? നാരോ ആണ്, അത് ഇടുങ്ങിയതാണ്. ദർ ആർ സെവറൽ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട് ഓഫ് ദിസ് പ്ലെയിൻ. കേരളത്തിൽ ധാരാളം കായലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതൊക്കെ ഈ പ്ലെയിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്.
പാഡി ആൻഡ് കോക്കനട്ട് ആർ ദ മേജർ ക്രോപ്സ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്. നെല്ലും അതുപോലെ തന്നെ കേര കൃഷിയും തെങ്ങുമാണ് എവിടെയുള്ളത്? ഈ മേഖലയിൽ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ. പാഡി ഈസ് പ്രോമിനൻറ്റ് ഓൺ ദ കൃഷ്ണ ഗോദാവരി മഹാനദി ബേസിൻ ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. കിഴക്കൻ തീരസമതലങ്ങളിൽ പ്രധാനമായി കൃഷി ചെയ്യുന്നത് പാഡിയാണ്, നെല്ലാണ് കൃഷി ചെയ്യുന്നത്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ അലോങ് ദ കോസ്റ്റ്. തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? കൃഷിയാണ്, ഫിഷിംഗ് ആണ്, മത്സ്യബന്ധനമാണ്. ഓക്കെ. ദെൻ ഗ്രീൻ സ്പോട്ട് ഇൻ ദ ഓഷ്യൻ. സമുദ്രത്തിലെ പച്ചത്തുരുത്ത് അഥവാ ഐലൻഡ്സിനെ കുറിച്ച്, ദ്വീപുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഐലൻഡ്സ് ആർ ദ ലാൻഡ് ഏരിയ സറൗണ്ടഡ് ബൈ ദ സീ. ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരപ്രദേശത്തെയാണ് നമ്മൾ ദ്വീപുകളെന്ന് പറയാം. ഇൻ മാപ്സ് യു മൈറ്റ് ഹാവ് സീൻ ദ ലക്ഷദ്വീപ് ഐലൻഡ് ഇൻ ദ അറേബ്യൻ സീ ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ഭൂപടം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്ത്? അറബിക്കടലിലെ ലക്ഷദ്വീപുകൾ കാണാൻ പറ്റും. ബേ ഓഫ് ബംഗാളിൽ എന്ത് കാണാൻ പറ്റും? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നമുക്ക് കാണാൻ പറ്റും. ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ മോസ്റ്റ്ലി കോറൽ. ലക്ഷദ്വീപ് എന്താണ്? കോറൽ ദ്വീപാണ്, പവിഴ ദ്വീപാണ്. അഗ്രികൾച്ചർ ഈസ് സ്പേഴ്സ് ഇൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ കൃഷി താരതമ്യേന വളരെ കുറവാണ്. ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ സീ ഫോർ ദെയർ ലൈവ്ലിഹുഡ്. അവർ സമുദ്ര വിഭവങ്ങളെയാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആർ ഡെൻസ് ഫോറസ്റ്റ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ കൂടുതൽ ഭാഗങ്ങളും എന്താണ്? ഡെൻസ് ഫോറസ്റ്റ് ആണ്, തിങ്ങിയ വനങ്ങളാണ് കാണപ്പെടുന്നത്. യു മൈറ്റ് ഹാവ് അക്വേർഡ് ബേസിക് നോളജ് ഓഫ് ദ ഫിസിയോഗ്രഫിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ കോറൽ ഐലൻഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പവിഴ ദ്വീപുകൾ. കോറൽസ് ആർ ഫോംഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് ദ കാൽസ്യം കോമ്പൗണ്ട്സ് secreted by the coral polyps, tiny marine organism found in tropical ocean. കടലിലെ കോറൽ ഓർഗാനിസം, കടലിലെ ജന്തുക്കൾ ചീഞ്ഞതിൻ്റെയും അതുപോലെ തന്നെ കാൽസ്യം അടിഞ്ഞുകൂടിയതിൻ്റെയും ഒക്കെ ഫലമായി രൂപം കൊള്ളുന്നതാണെന്ത്? കോറൽസ് എന്ന് പറയുന്നത്. ഐലൻഡ്സ് ഫോം ഓവർ ദ കോറൽ റീഫ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്. ദ്വീപുകൾ വ്യത്യസ്ത ഷേപ്പിലാണ് ഇത്തരത്തിലുള്ള കോറൽ റീഫ്സുകൾ രൂപപ്പെടുന്നത്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ആൻഡ് ദ സം ഐലൻഡ്സ് ഇൻ ദ ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ്സ് വർ ഫോംഡ് ഇൻ ദിസ് വേ. ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും ഇതുപോലെ കോറൽ റീഫ് കൊണ്ട് രൂപപ്പെട്ടതാണ്. This coral protect the island from strong waves. ഈ പവിഴപ്പുറ്റുകളാണ് ശക്തമായ തിരമാലകളിൽ നിന്ന് ഈ ദ്വീപുകളെ രക്ഷിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ തന്നെ നോക്കാം. ഫോളോയിങ് ആർ ദ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് ഓഫ് ഇന്ത്യ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോയിൻ്റ് ഇതാണ്. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ഭൂമിശാസ്ത്രപരമായ ഡിവിഷൻ, വിഭജനം ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല. ദെൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തര സമതലം. ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി. കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്, തീരപ്രദേശങ്ങളും ദ്വീപുകളും. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ. ഐഡൻറ്റിഫൈ ദ ഫിസിയോഗ്രഫിക് യൂണിറ്റ് ഗിവൺ ഇൻ ദ ഫോളോയിങ് മാപ്സ്. അല്ലേ, താഴത്ത് നിൽക്കുന്ന മാപ്പിൽ നിന്ന് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ തരംതിരിക്കാനാണ്. അല്ലേ, മുകളിൽ ചുവപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയുടെ മാപ്പാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകെ തുകയാണ് പറയുന്നത്. ഇന്ത്യയുടെ മാപ്പാണ്. അതിൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്ത്, അല്ലേ, നോർത്ത് ഭാഗത്ത് എന്താണ്? ചുവപ്പ് അടയാളപ്പെടുത്തിയില്ലേ? ആ ചുവപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോർത്തേൺ ഗ്രേറ്റ്
നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഹിമാലയം ഉൾപ്പെടെയുള്ള നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. then അതിൻ്റെ താഴെ പച്ച അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഇങ്ങനെ വന്നിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. then അതിൻ്റെ താഴെ തവിട്ട് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, അതാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്, പീഠഭൂമി. ദെൻ ഈ സൈഡിലുള്ള ഭാഗമാണ് കോസ്റ്റൽ പ്ലെയിൻസ്. ദെൻ ലക്ഷദ്വീപ്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അതാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ്